ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജ് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നോക്കാം എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി നന്നായി ചതച്ചതിട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് വഴണ്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 കപ്പ് സവാള ചെറുതായി അരിഞ്ഞതും 1/4 കപ്പ് ക്യാപ്സിക്കും 1/4 കപ്പ് തക്കാളിയും 1/4 കപ്പ് ക്യാബേജും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ല സോഫ്റ്റായി ഒന്ന് വഴണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാനിവിടെ 1/2 കപ്പ് മയോണൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഹോം മെയ്ഡ് മയോണൈസാണ്. മയോണൈസിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഈ മയോണൈസിലേക്ക് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ 2 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പാനിൽ വെച്ചിട്ട് ഇത് ടോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ടോസ്റ്റ് ഒന്നും ചെയ്യാതെയാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മയോണൈസ് മസാലയും കൂടി തയ്യാറാക്കി വെച്ചിട്ടുള്ളത് കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മേലെ 2 തക്കാളി വട്ടനരിഞ്ഞതും 2 കുക്കുംബറും ഇട്ട് കൊടുക്കാം. അതിനുശേഷം മറ്റേ ബ്രെഡ് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വെജ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മയോണൈസിൻ്റെ മിക്സ് വെച്ചിട്ട് നമുക്കൊരു 5 സാൻഡ്വിച്ചാണ് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.